നമസ്കാരം. വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ് ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ മൊഡ്യൂൾ 3 വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് രണ്ടാമത്തെ ഭാഗമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഏറ്റവും ടോപ്പായിട്ട് ഉപയോഗിക്കുന്ന 9 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഒന്നാമത്തത് ജാവ എന്ന് പറയുന്നൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. C#, C++, റൂബി, പൈത്തൺ, ടൈപ്പ്സ്ക്രിപ്റ്റ്, PHP, കോട്ട്ലിൻ, R, സ്വിഫ്റ്റ്. ഇത്രയും ലാംഗ്വേജസ് ആണ് ഏറ്റവും ടോപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും എന്ന് പറഞ്ഞാൽ ടോപ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു 9 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജുകളാണ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളാണ് ഇവയെല്ലാം എന്ന് പറയുന്നത്. C++ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. ജാവ എന്ന് പറയുന്നതും എന്താണ്, ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് തന്നെയാണ്. എസെൻഷ്യൽ ഓഫ് OOP. അപ്പോൾ ഏതൊക്കെയാണ് എസെൻഷ്യൽസ്? കോൺസെപ്റ്റുകൾ, എസെൻഷ്യലുകൾ എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. എസെൻഷ്യലുകളും OOPൻ്റെ കോൺസെപ്റ്റുകളും ആരൊക്കെയാണെന്ന് വെച്ചാൽ 9 പേരാണുള്ളത്. ഒബ്ജക്റ്റ് ഉണ്ട്, ക്ലാസ്, എൻക്യാപ്സുലേഷൻ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, റീയൂസബിലിറ്റി, പോളിമോർഫിസം, ഡെലിഗേഷൻ ഓർ ഡൈനാമിക് ബൈൻഡിങ്, മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ഓർ മെസ്സേജ് പാസിങ്. ഈ 9 പേരാണ് എസെൻഷ്യൽസ് ഓഫ് OOP ചോദിച്ചാലും കോൺസെപ്റ്റ് ഓഫ് OOP ചോദിച്ചാലും ഈ 9 പേര് തന്നെയാണ് വരുന്നത്. ഒബ്ജക്റ്റ്, ക്ലാസ്, എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, റീയൂസബിലിറ്റി, പോളിമോർഫിസം, അതുപോലെ ഡെലിഗേഷന്, പിന്നെന്താണ് മെസ്സേജ് കമ്മ്യൂണിക്കേഷന്. ഇത്രയും പേരാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആളെ നോക്കാം. നമുക്ക് ഓരോരുത്തർ പരിചയപ്പെട്ടു പോകാം. ഒന്നാമത്തെ ആളാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കിയാൽ, ഒബ്ജക്റ്റ് ഈസ് എ കമ്പണൻറ്റ് ഓഫ് എ പ്രോഗ്രാം ദറ്റ് knows how to perform certain actions and how to interact with other elements of the program. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പ്രോഗ്രാമിനകത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബേസിക് കമ്പണൻ്റ് ആണെന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ ആരാണ്? നമ്മുടെ ഒബ്ജക്റ്റുകൾ ആണ്. Object is an element or instant of class. Objects have the behavior of their class. അതായത് ക്ലാസ്സിനകത്തെ എലമെൻ്റ് അല്ലെങ്കിൽ ക്ലാസ്സിനകത്തെ ഒരു ഇൻസ്റ്റൻ്റ് ആണ് ആരാണെന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പോണൻ്റ് ആണ്. ഒബ്ജക്റ്റ് ഈസ് എ കമ്പോണൻ്റ് ഓഫ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് നോ how to perform certain actions and how to interact with other elements of the program. നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള മറ്റുള്ള എലമെൻറ്റ്സായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യണം എന്നൊക്കെ അറിയാവുന്ന ഒരു കമ്പോണൻ്റാണ് ആരെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ OOPൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതും ആരാണ്? നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. പിന്നെന്താണ്? ആൻ ഒബ്ജക്റ്റ് ഈസ് ആൻ എലമെൻറ്റ്. അതായത് ക്ലാസ്സിനകത്ത് ഒരു എലമെൻ്റ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരാൾ. ഒബ്ജക്റ്റ് ഹാവ് ബോത്ത് ബിഹേവിയർ ഓഫ് ദെയർ ക്ലാസ്. അപ്പോൾ ഒബ്ജക്റ്റുകൾക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ സ്വഭാവം കൂടെ കാണും കേട്ടോ. അപ്പോൾ ക്ലാസ്സിനകത്തുള്ള ആളല്ലേ, അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സിൻ്റെ സ്വഭാവം കൂടെ ആർക്ക് കാണും? നമ്മുടെ ഒബ്ജക്റ്റിന് കാണും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ എന്താണ് ക്ലാസ് എന്ന് പറയുമ്പം? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ. നമ്മൾ ഒന്നാമത്തേത് പഠിച്ചെന്താ, ക്ലാസ്സിനകത്ത് ഒരാളാണ് ഒബ്ജക്റ്റ് എന്നല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ തിരിച്ച് ആരാണ്? ഒബ്ജക്റ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, ഇപ്പോൾ ബേർഡ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ്സിനകത്തുള്ള ആളുകളാണ് ഇവർ ഇത്രയും പേര്. ആര്? ക്രോ, പീജൺ, ഈഗിള്, പാരറ്റ്. ഇത് ഇത്രയും പല ടൈപ്പ് ബേർഡ്സ് അല്ലേ. അപ്പം ഇതിനെല്ലാം കൂടെ ഞാൻ ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ പേര് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പം ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ ഈ ഓരോരോ ആൾക്കാർ എന്താണ്? ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഡെഫിനേഷൻ പറയുക എന്താ? ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻ്റ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലാസ്സിനകത്ത് ഒരാളാണ് ആരെന്ന് പറയുന്നത്, ഇൻസ്റ്റൻസ് ആണ് ആരെന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആയില്ലേ. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെ പറയുന്ന പേരാണ് ക്ലാസ്. അപ്പോൾ ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങൾ നോക്കി ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. ബേർഡ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ക്ലാസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒബ്ജക്റ്റുകളാണ് ആരൊക്കെ എന്ന് പറയുന്നത്? ക്രോ, പീജിയൻ, ഈഗിള്, പാരറ്റ്. അപ്പം ഈ ക്ലാസ്സിൻ്റെ ക്ലാസ്സിനകത്ത് ഓരോരോ ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ഓരോരോ ഒബ്ജക്റ്റുകൾ. ഈ ഒബ്ജക്റ്റുകളുടെ കളക്ഷനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ക്ലാസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, മൂന്നാമത്തെ കോൺസെപ്റ്റ് നോക്കാം. ആരാണ്? എൻക്യാപ്സുലേഷൻ. മൂന്നാമത്തെ ആരാണ്? എൻക്യാപ്സുലേഷൻ. ദ റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻസ് ഇൻ എ സിംഗിൾ യൂണിറ്റ്. ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഡേറ്റകളെയോ അല്ലെങ്കിൽ ഇൻഫർമേഷനുകളെയോ റാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പൊതിഞ്ഞ് വെക്കുക കേട്ടോ. അപ്പം റാപ്പ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ദ റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻസ് ഇൻ എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഡേറ്റകളുടെയോ ഇൻഫർമേഷനുകളെയോ റാപ്പ് ചെയ്ത് വെക്കുന്നതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. Encapsulation is defined as binding together the data and the functions that manipulate them. അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്താണ് ചെയ്യുന്നത്? ഡിഫൈൻഡ് ആസ് ബൈൻഡിങ് ടുഗദേഴ്സ്. എന്ത് ചെയ്യുന്നു? ബൈൻഡ് ചെയ്യുന്നു. ആരെ? ഡേറ്റകളെയും അവരുടെ ഫംഗ്ഷനുകളെയും. ആരൊക്കെയാണ്? നമ്മുടെ ഡേറ്റകളെയും ഫംഗ്ഷനുകളെയും എന്ത് ചെയ്യുന്നു? ബൈൻഡ് ചെയ്ത് വെക്കുന്നു. ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് അതുപോലെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടില്ലേ? മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റുന്നു എന്നൊക്കെ പറയത്തില്ലേ? എന്നത് മാറ്റം വരുത്തുക എന്നുള്ളതാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻക്യാപ്സുലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ബൈൻഡിങ് ടുഗദർ ദ ഡേറ്റ ആൻഡ് ദ ഫംഗ്ഷൻസ്. ഡേറ്റയും ഫംഗ്ഷനുകളെയും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ബൈൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെന്താ? ഡേറ്റകളും അവരുടെ ഇൻഫർമേഷൻസുകളും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു? ഡേറ്റകളുടെയും ഫങ്ഷൻസുകളെയും ഒരു ബൈൻഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. മാറ്റം വരുത്താനും ഒക്കെ നമുക്ക് പറ്റും. നെക്സ്റ്റ് ആണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ നോക്കിയേ. ഇറ്റ് ഇൻവോൾവ്സ് ഹൈഡിങ് ആൻഡ് ഒബ്ജക്റ്റുകളെ എന്താണ് ചെയ്യുന്നത്? ഇവർ ഹൈഡ് ചെയ്യുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ഹൈഡിങ് ആൻഡ് ഒബ്ജക്ട്സ് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഓൺലി ഷോയിങ് ദ യൂസർ ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി. അതായത് ഒരു ഒബ്ജക്റ്റിനകത്തെ കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് അവർ തരുന്നത്. അതിൻ്റെ ഉള്ളിലോട്ടുള്ള കഥകളെല്ലാം അവർ എന്ത് ചെയ്തിരിക്കുന്നു? താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർ നമുക്ക് കാണിക്കുന്നു. അതാണ് ഇറ്റ് ഇൻവോൾവ്സ് ഹൈഡിങ് ആൻഡ് ഒബ്ജക്ട്സ് ഇംപ്ലിമെൻറ്റേഷൻ. എങ്ങനെയാണോ ഒബ്ജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ ഹൈഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓൺലി ഷോയിങ് ദ യൂസർ ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. യൂസറിന് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു, ഷോ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയോ. റെഫർ ടു ദ ആക്ട് ഓഫ് റെപ്രസെൻറ്റിംഗ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻസ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? റെപ്രസെൻറ്റിംഗ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ശരിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡീറ്റെയിൽസിനെയോ അതിൻ്റെ എക്സ്പ്ലനേഷനെയൊക്കെ ഇവർ എന്ത് ചെയ്തിരിക്കുന്നു? ഹൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്ലാസ്സസ് യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ. നമ്മൾ ഒരു കോൺസെപ്റ്റ് പറഞ്ഞില്ലേ ക്ലാസ് എന്ന്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ അബ്സ്ട്രാക്ഷൻ കോൺസെപ്റ്റാണ് അതിനകത്ത് വരുന്നത്. അതിനകത്തോട്ടുള്ള കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ക്ലാസ് ഡിക്ലെയർ ചെയ്യുക എന്നൊക്കെ പറയും. പ്രോഗ്രാം കഴിയുമ്പോൾ ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ക്ലാസ് അവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അവിടെ പുറത്തോട്ട് കാണിക്കുന്നില്ല. ഇപ്പോൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഡ്രൈവിംഗ് എ കാർ. നമുക്കൊരു കാറ് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്? നമുക്കൊരു കാറ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണം? നമ്മളൊരു കാറിനകത്ത് കയറിയിരുന്ന് നമ്മളതിൻ്റെ കീ ഇട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ സ്പീഡൊക്കെ കൂട്ടണം, സ്പീഡ് കുറയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തണമെങ്കിൽ ബ്രേക്ക് ചവിട്ടണം. ഇത്ര കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഡ്രൈവ് എ കാർ, നമുക്കൊരു കാർ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ സിംഗിളായിട്ട് പറയുമ്പോൾ ഡ്രൈവ് എ കാർ, അതെന്താണ്? ഡേറ്റ അബ്സ്ട്രാക്ഷനാണ്. അതിനുള്ളിലോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ടോ? ഇപ്പം നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എന്ന് പറയുന്നതിനകത്തുണ്ടല്ലോ. എപ്പോൾ ബ്രേക്ക് ചവിട്ടണം, എങ്ങനെ ഓടിക്കണം, അതിൻ്റെ റൂൾസ് കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്തുണ്ടല്ലോ. അത് നമ്മളിതിന് പ്രത്യേകം പറയും. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയുന്നതിനകത്ത് ബ്രേക്ക് മാത്രമേ ചവിട്ടാൻ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടാൻ അറിയാം, എനിക്ക് സ്പീഡ് കൂട്ടാൻ അറിയാം, ഇങ്ങനെ എടുത്ത് നമ്മൾ പറയത്തില്ലല്ലോ. കാർ ഓടിക്കാൻ അറിയാം എന്ന് പറയുന്നത് എന്താണ്? അതിനകത്തുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിൽ. അപ്പോൾ സെയിം ആണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ്റെ. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം നൽകുന്നു, അതിൻ്റെ പുറത്തോട്ടുള്ള അല്ലെങ്കിൽ അതിനകത്തോട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ ഹൈഡ് ചെയ്തിരിക്കുന്നതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് ഞാൻ ഉടനെ ഇടുന്നതാണ്. താങ്ക് യു.